അപ്പോൾ സിൽവർ സ്റ്റോണിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെന്താ പറയുന്നത്, എപ്പിസോഡല്ല, ഒരു എന്താ പറയുക, ഒരു സാധനം ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ സുധിയണ്ണൻ മൂപ്പരൊരു ബഗ് റോക്കാണോ ബെഡ് റോക്കാണോ അതിലേതിലും ഒന്നില്ല, ഇത് ബഗ് റോക്കാണെന്ന് തോന്നുന്നു. അതിൽ ഒരു എന്താ ലാവേനെന്ന സംഭവം ഉണ്ടാക്കി, അത് നമുക്കൊന്ന് വേറെ വേൾഡ് ക്രിയേറ്റീവിൽ ഉണ്ടാക്കി നോക്കാം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നല്ല ദൂരോട്ടാണ് ഇരിക്കുന്നത്. ഇനി ആ ചെറിയ ഡോട്ട് ഉണ്ട്, അതിപ്പോൾ മേലോട്ട് നോക്കി നിൽക്കുകയാണ്. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ഒരു വേൾഡില് അങ്ങോട്ടാണ് നോർത്ത്, അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കോർണർ എടുത്ത് അതൊന്ന് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നല്ല ദൂരോട്ടാണ് ഇരിക്കുന്നത്. ഇനി 2 സോളിഡ് ബ്ലോക്ക് ഇതിന്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെക്കണം. 2 ഡിസ്പെൻസർ ഇങ്ങനെ വെക്കണം. ഒരു ബക്കറ്റ് വെള്ളം ഈ ഒരു കോർണറിനകത്ത് ഇങ്ങനെ ഒഴിച്ച് വെക്കുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ലാവ ഫാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം വെക്കണം. ഇനി ഒരു ഒബ്സർവർ എടുത്തിട്ട് അത് ഈ ഒരു കോർണർ നോക്കി നിൽക്കുന്നത് പോലെ ഇവിടെ പ്ലേസ് ചെയ്യണം. ഇതിന്റെ ഒരു ബാക്ക് സൈഡ് നോർത്തിലോട്ട് നോക്കി നിൽക്കണം. എന്നിട്ട് ഇതിന്റെ ബാക്കിലോട്ട് തന്നെ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ചുറ്റി വെക്കണം. ഈ 2 നോട്ട് ബ്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഈ റെസ്റ്റോൺ ഡസ്റ്റ് ഈ ഒരു ഷേപ്പില് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരു 3 ബ്ലോക്ക് നേരെ മേലോട്ട് പോയിട്ട് ഈ താഴോട്ടുള്ള 2 ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റാൻ വേണം. അതും പൊട്ടിച്ചു. എന്നിട്ട് ഈ ഒരു ബ്ലോക്കിന്റെ മുകളിൽ വേറെ ബ്ലോക്ക് വെച്ചിട്ട് ആ ഒരു ബ്ലോക്കിന് ചുറ്റിനും 4 ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് വെച്ചിട്ട് ആ വച്ച ബ്ലോക്ക് അങ്ങ് പൊടിച്ച് മാറ്റിയാൽ മതി. അപ്പോ ഇവിടെ നമുക്കൊരു ബക്കറ്റ് ആവും. ഈ ഒരു ബക്കറ്റിനകത്ത് ഒരു ബക്കറ്റ് ലാവ വെച്ച് വെക്കണം. ഇതിങ്ങനെ വെച്ച് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഗ്രീൻ ഹൗസിനകത്ത് ഇത് ബിൽഡ് വെക്കാത്തത്. ഇവിടെ ഈ ലാവ ഇരിക്കുന്നതുകൊണ്ട് അത് ഈ ഒരു വുഡിലോട്ട് സ്പ്രെഡായി അത് മുഴുവൻ നിന്ന് കത്തും. അപ്പോ ഇത് അങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഡ്രിപ്സ്റ്റോൺ എടുത്ത് 2 എണ്ണം ഇവിടെ ഇങ്ങനെ പ്ലേസ് വെക്കണം. ഇതുപോലെ. ഇനി ഒരു ലെഫ്റ്റ് ഡിസ്പെൻസറിനകത്ത് ഒരു ബക്കറ്റ് വെള്ളം വെക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അത് ഞാൻ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു റൈറ്റ് ഡിസ്പെൻസറിനകത്ത് ഒരു കാലി ബക്കറ്റ് വെക്കണം. അതും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ കയ്യിലിരുന്ന ബക്കറ്റെല്ലാം തീർന്നു. എന്തായാലും ഈ ഒരു ബിൽഡിംഗ് നമ്മൾ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ചും കൂടി ആ ബക്കറ്റ് കൊണ്ടുവരാം. ഇത് എങ്ങനെ വർക്കാവുന്നതെന്ന് എനിക്കൊരു ക്ലൂ ഇല്ല. പക്ഷെ ഞാൻ കണ്ട ആ വീഡിയോക്കകത്ത് ഇത് വർക്കാവുന്നുണ്ട്. അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഇരിക്കുന്ന വെള്ളം എന്റെ ബക്കറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിച്ചില്ല. ഓനോ ഞാൻ തെറ്റിച്ചെന്തെങ്കിലും ആ വീഡിയോക്കകത്ത് വർക്കാവുന്നുണ്ടായിരുന്നല്ലേ. ഒന്നും കൂടി ഞാൻ ഇതിന്റെ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ എന്തോ തിരിച്ച് ഇത് വർക്ക് ആയില്ലെങ്കിൽ ആ ഒരു ബക്കറ്റ് ഒന്ന് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, വർക്കാവുന്നില്ല. അപ്പോ ഇതിനകത്തിരിക്കുന്ന വെള്ളം കയ്യിലെടുത്തിട്ട് അത് ഇപ്പുറത്തെ ഡിസ്പെൻസറിനകത്ത് വെച്ചിട്ട് ഈ ഒരു ഡിസ്പെൻസറിനകത്ത് 4 ബക്കറ്റ് വെക്കണം. ഇനി വർക്കാവും. ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഇതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ തിരിച്ചുകൂടെ കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടി ഇങ്ങോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് എത്ര വേണമെങ്കിലും ഈ ഒരു ലാവ കയ്യിലെടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ 2 ബക്കറ്റ് കയ്യിൽ കിട്ടി. അതാ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ലഭിച്ചു വെക്കാം. ഇവിടെ 2 ബക്കറ്റ് കിട്ടി. 3 4 ഇതേപോലെ വന്നിട്ട് എനിക്ക് ക്ലിക്ക് ചെയ്താൽ മതി. എത്ര ബക്കറ്റ് ലാവ ആണെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലെത്തിയിട്ട് കാണാം. മോജാങ് സ്റ്റുഡിയോസ്. മൈൻക്രാഫ്റ്റ് ബേറ്റ. എൻ്റെ ഒറിജിനൽ ഫുൾ സ്കിന്ന് കണ്ടിട്ടുണ്ടാവും. ഇതല്ലേ ഇപ്പോൾ പ്ലേ ക്രിയേറ്റ്, അതൊക്കെ എൻ്റെ വേറെയാണ്. യൂട്യൂബ് വേൾഡ് എന്ന് പറയുന്നതാണ് എൻ്റെ വേൾഡ്. ഇതിൽ വർക്ക് ആവുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിലൊന്ന് വീഡിയോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്രിയേറ്റീവ് നമുക്ക് സുധീന്ന് കൊടുക്കാം. സുധീന്ന് കിടന്നോട്ടെ. ക്രിയേറ്റ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ വേൾഡ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കത് ഇതിനകത്തൊന്ന് ട്രൈ ചെയ്ത് ഇവിടെ എപ്പോഴും എനിക്കൊരു സ്പോണായൊരു ഫീല് അതൊന്നതായിരിക്കും. നമുക്കൊരു അടിപൊളി ഇവിടെ ട്രൈ ചെയ്യാം. എന്തൊക്കെയാണ് വേണ്ടേ? ഇതിൽ അതില്ല, ഇത് വേണം. ഒബ്സർവർ അതൊക്കെ താഴെണ്ടാവും. ഇതൊരു ഒബ്സർവർ, ഒരു ഡിസ്പെൻസർ, റെഡ്സ്റ്റോൺ ഡസ്റ്റ്,
കോൾഡ്രിനുള്ളിലുണ്ടാവുമല്ലോ, ഇത് ഉണ്ടാവണല്ലോ. കോൾഡ്രിൻ ഇതാ, ബക്കറ്റ് ഓഫ് വാട്ടർ, മിൽക്കോ, കുറച്ച് ബക്കറ്റ് കാര്യമൊന്നും വേണ്ടല്ലോ. കുറച്ച് സോളിഡ് ബ്ലോക്ക് വേണം നമുക്ക്. ഡീപ് സ്റ്റേഷൻ എടുക്കാം. ഇത്രയും സാധനം മതിയോ? ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു കോൾഡ്രിൻ ഇവിടെ വെക്കുക. ഇവിടെ സോളിഡ് ബ്ലോക്ക് ഇപ്പുറത്തും വെക്കുക. എന്നിട്ട് ഇനി മാപ്പ് എംടി മാപ്പെങ്കിൽ ഞാനിടേ അത് എന്നെ കാണുന്നില്ലല്ലോ. എവിടെയാണോ ക്ലിക്കായിട്ടുണ്ടാവും. ഇപ്പോൾ വേറെ മാപ്പ് എടുത്തിട്ട് എങ്ങോട്ടായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, അത് ഇങ്ങോട്ട് കട്ടെ. ഒബ്സർവർ ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് നോക്കിയിട്ട് എന്നിട്ട് ഇവിടെ വെച്ചതിന് ശേഷം ഇത് ഇവിടെ ശേഷം ഡ്രിഫ്റ്റ് സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇതിൽ വെള്ളം ഒഴിക്കുക. ചെറുതായിട്ടൊക്കെ വർക്കാവുന്നുണ്ട്. താഴെയുള്ള 2 ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് എൻ്റെ മുകളിൽ വെച്ചിട്ട് 1 2 3 4 ഇത് പൊട്ടിച്ചളയുക. ലാവിക്കുക. നമുക്ക് എന്താ വേണ്ടത്? ഇത് പോയിട്ട് ട്രിപ്സ്റ്റണ്ട് അത് കിട്ടാൻ പേരെ പോണാവോ? ഇതിൻ്റെ അകത്തുണ്ടാവില്ലേ? അത് കിടക്കണ വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ അകത്ത് ഒരു എംടി ബക്കറ്റ്, ഇതിൻ്റെ അകത്ത് ഒരു വാട്ടർ വെച്ചിട്ട് താതിരിഞ്ഞു പോയാ സുധിയെല്ലാം താതിരിച്ചാൽ മതി. താതിരിഞ്ഞു പോയാ
അവർക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. നോർത്ത് മാറി നമുക്കിത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിങ്ങോട്ടാ വെച്ച് ഒബ്സർവർ അങ്ങോട്ട് വെച്ച് ചെയ്താവാം. ഇങ്ങനെ പൊട്ടിക്കുന്നില്ല. അതാവാ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിലോ. മാപ്പ് എന്തിനായില്ലേ? ഓൾറിങ് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് നമുക്ക് ടിങ് 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 പോട്ടെ. ഇത് പൊട്ടിക്കുക. വേറെ ഓക്കെ. എന്ത് വർക്കാവണ്ടാണല്ലോ. ഇങ്ങനെ വില്ലാവോ? ഇല്ല, അങ്ങനെ വില്ലാതെ ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്ക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? എന്നിട്ട് മ്യൂസിക്കിൻ്റെ സംഭവം ഇവിടെ വെക്കുക. ഓ, അങ്ങനെ വെക്കല്ലേ. ഇതും ഇതും പൊട്ടിക്കുക. എന്നിട്ട് വെക്കുക. ശേഷം ഇത് പൊട്ടിക്കുക, എല്ലാം ഉപയോഗിക്കുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? റെഡ് സ്റ്റോൺ അവിടെ ഇങ്ങനെ 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 ഇങ്ങോട്ടാ മതി. ല്ലോ ഇതിന് മാത്രം എന്തൊരു ഇത്. ഇപ്പൊ കറക്റ്റായി. ഇനി ഇത് രണ്ടെണ്ണം വെക്കണ്ടേ? രണ്ടെണ്ണം വെക്കണമായിരുന്നു. ഒന്ന് മാത്രം വെച്ചിട്ടാണാവോ? ഇതിനാണ് കറക്റ്റ് തന്നെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഒരു വാട്ടർ ബക്കറ്റ് വർക്കാവാത്ത ഒക്കെ ആ വീഡിയോ ഒന്നുകൂടി കാണാം. ഇനി നമുക്കിത് മേലോട്ട് പോയിട്ട് ഈ രണ്ട് നോട്ട് ഇനി ഒരു ഒബ്സർവർ എടുത്തിട്ട് രണ്ട് ഡിസ്പെൻസർ
അങ്ങോട്ടാണ് നോർത്ത്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്വാഡ്രന്റ് എടുത്ത് അതൊന്ന് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. ഇതിപ്പോ നല്ല ദൂരത്താണ് ഇരിക്കുന്നത്. ഇനി 2 സോളിഡ് ബ്ലോക്ക് ഇതിന്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെക്കണം. 2 ഡിസ്പെൻസർ ഇങ്ങനെ വെക്കണം. ഒരു ബക്കറ്റ് വെള്ളം ഈ ഒരു ക്വാഡ്രന്റിനകത്ത് ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ലാവ ഫാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം വെക്കണം. ഇനി ഒരു ഒബ്സർവർ എടുത്തിട്ട് അത് ഈ ഒരു കോർണർ നോക്കി നിൽക്കുന്നത് പോലെ ഇവിടെ പ്ലേസ് ചെയ്യണം. ഇതിന്റെ ഒരു ബാക്ക് സൈഡ് നോർത്തിലോട്ട് നോക്കി നിൽക്കണം. എന്നിട്ട് ഇതിന്റെ ബാക്കിലോട്ട് തന്നെ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ചുറ്റി ജാം വെക്കണം. ഇനി 2 നോട്ട് ബ്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു റെസ്റ്റ് ഈ ഒരു ഷേപ്പില് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരു 3 ബ്ലോക്ക് നേരെ മേലോട്ട് പോയിട്ട് ഈ താഴോട്ടുള്ള 2 ബ്ലോക്ക് പൊടിച്ച് മാറ്റി വേണം. അത് പൊടിച്ചു. എന്നിട്ട് ഈ ഒരു ബ്ലോക്കിന്റെ മേളില് വേറെ ബ്ലോക്ക് വെച്ചിട്ട് ആ ഒരു ബ്ലോക്കിന് ചുറ്റിനും 4 ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ആ വച്ച ബ്ലോക്ക് അങ്ങ് പൊടിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കൊരു ബക്കറ്റ് ആവും. ഈ ഒരു ബക്കറ്റിനകത്ത് ഒരു ബക്കറ്റ് ലാവ ഇതുപോലെ ഒഴിച്ച് വെക്കണം. ഇതിങ്ങനെ ഒഴിച്ച് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഗ്രീൻ ഹൗസിനകത്ത് ഇത് ബിൽഡ് വെക്കാത്തത്. ഇവിടെ ഈ ലാവ ഇരിക്കുന്നതുകൊണ്ട് അത് ഈ ഒരു വുഡിലോട്ട് സ്പ്രെഡായി അത് മുഴുവൻ നിർത്തും. അപ്പോൾ ഇത് അങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഡ്രിസ്റ്റോൺ എടുത്ത് 2 എണ്ണം ഇവിടെ ഇങ്ങനെ പ്ലേസ് വെക്കണം. ഇതുപോലെ. ഇനി ഒരു ലെഫ്റ്റ് ഡിസ്പെൻസറിനകത്ത് ഒരു ബക്കറ്റ് വെള്ളം വെക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അത് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു റൈറ്റ് ഡിസ്പെൻസറിനകത്ത് ഒരു കാലി ബക്കറ്റ് വെക്കണം. അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്റെ കയ്യിലിരുന്ന ബക്കറ്റെല്ലാം തീർന്നു. എന്തായാലും ഈ ഒരു ബിൽഡിംഗ് കൂടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ചുകൂടി ഞാൻ ബക്കറ്റ് കൊണ്ടുവരാം. ഇത് എങ്ങനെ വർക്കാവുന്നത് എനിക്കൊരു ക്ലൂ ഇല്ല. പക്ഷെ ഞാൻ കണ്ട ആ വീഡിയോക്കകത്ത് ഇത് വർക്കാവുന്നുണ്ട്. അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഇരിക്കുന്ന വെള്ളം എന്റെ ബക്കറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ തെറ്റിച്ചെന്തെങ്കിലും ആ വീഡിയോക്കകത്ത് വർക്കാവുന്നുണ്ടായിരുന്നല്ലേ. ഒന്നും കൂടി ഞാൻ ഇതിനെ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇല്ല. ഞാനെന്തോ തെറ്റിച്ച് ഇത് വർക്കായില്ലെങ്കിൽ ആ ഒരു ബക്കറ്റ് ഒന്ന് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, വർക്കാവുന്നില്ല. അപ്പോ ഇതിനകത്തിരിക്കുന്ന വെള്ളം കണ്ടെടുത്തിട്ട് അത് ഇപ്പുറത്തെ ഡിസ്പെൻസറിനകത്ത് വെച്ചിട്ട് ഈ ഒരു ഡിസ്പെൻസറിനകത്ത് 4 ബക്കറ്റ് വേണം. ഇനി ഇത് വർക്കാവും. ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഇതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ തിരിച്ചോട് കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടി ഇങ്ങോട്ടൊന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ ഓക്കെ. എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് എത്ര വേണമെങ്കിലും ഈ ഒരു ലാവ എടുക്കാൻ പറ്റും. അപ്പോൾ ഗായ്സ് സുധീർണം പറഞ്ഞത് നോർത്ത് കണ്ടുപിടിക്കണം. നോർത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം നോർത്ത് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? നോർത്ത് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ ഇതാക്കിയ മാപ്പിൽ എന്നെ കാണിക്കുന്നില്ലല്ലോ. അതാണ് അവിടെ എന്തടിച്ചോ ഞാൻ ഉള്ളത് എവിടെയാ ഉള്ളത്? സവാന ഭയ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഉള്ളത് ബേർച്ചിന സവാന ബയോ. ഇത് വേറെ ഏതോ സ്ഥലത്തിൻ്റെ മാപ്പാ അത്. ദുഷ്ട മാപ്പ്, ആളെ കളിയാക്കുന്ന മാപ്പ്. പോ ആൻവില്ല് നീക്കുമായിരിക്കും. No idea.
എന്ത് ചെയ്യാനാന്ന് പറയണേ. നമുക്ക് സർവൈവലിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്ന് കളക്ട് ചെയ്ത് നോക്കാം. എന്നുണ്ടോ ഇവിടെ വർക്കാവൂലേ? അയ്യോ വർക്കാവൂലേ? അയ്യോ വർക്കാവൂലേ? എന്തായാലും വന്നതല്ലേ. ഇതൊക്കെ നേരത്തെ 60 ബ്ലോക്ക് അതിന് 58 ബ്ലോക്ക് മുകളിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അവസാനത്തെ ബ്ലോക്ക് നമുക്ക് വാട്ടർ എമ്മൽ ചെയ്യാം. കണ്ടോ ഗൈസ്? അപ്പോൾ ഗൈസ് ഇത് നടന്നില്ല. അപ്പോൾ കുറേ ട്രൈ ചെയ്തിട്ട് നടന്നില്ല. സുധീർണ സോറി, ഇത് ട്രൈ ചെയ്തിട്ട് നടന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും.